വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉயிருണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉயிருണരുന്നു. ഓ, എന്തൊരു ചൂടായത് മനുഷ്യനെ കൊല്ലാനായിട്ട്. ആളു കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തേ. ആ, നിങ്ങൾ വന്നോ? പോയിട്ട് എന്തായി? തിരുമേനിയെ കണ്ടോ? കാണാതെ പിന്നെ. ഇപ്പോഴെങ്കിലും പോകാൻ തോന്നിയത് നന്നായി. സർപ്പകോപം ഉണ്ടെന്ന് രണ്ടുപേർക്കും. അതാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. രണ്ടുപേർക്കും മനോദുഃഖം ഒഴിഞ്ഞ നേരമില്ലെന്നാ തിരുമേനി പറയുന്നേ. സത്യമല്ലേ? നമ്മുടെ മാളും ഒന്ന് തിരിച്ചു കണ്ടിട്ട് എത്ര നാളായി. ഇപ്പൊ കുറച്ചു ദിവസമായി അപ്പൂനും എന്തോ പ്രശ്നമുണ്ട്. പരിഹാരം എന്തെങ്കിലും പറഞ്ഞോ? ഉവ്വ്, നമ്മുടെ തറവാട്ടുകാവില് ഈ പ്രാവശ്യത്തെ വാർഷിക പൂജയിൽ നമ്മൾ കുടുംബസമേതം പങ്കെടുക്കണമെന്നും രണ്ടുപേരുടെയും പേരിൽ ഒരു സർപ്പബലി നടത്തണമെന്നും പറഞ്ഞു. കൊല്ലം എത്രയായി തറവാട്ടിലൊന്ന് പോയിട്ട്. വിളിക്കുമ്പോൾ ഒക്കെ വല്യമ്മയ്ക്ക് പരാതിയാണ് നമ്മൾ ചെല്ലാത്തതിന്. ആള് കർക്കശക്കാരിയാണെങ്കിലും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ വളർത്തിയതല്ലേ എന്നെ എൻ്റെ കേട്ടനെ. അതൊക്കെ മറക്കാൻ പറ്റുമോ? വളർത്തിയ കഥയൊന്നും പറയണ്ട. സ്വന്തം മോളെ നിന്നെയൊക്കെ വരച്ച വരയിൽ നിർത്തിയ ആളല്ലേ. അത് സത്യം. ഇപ്പോഴും അതൊക്കെ ഓർക്കാൻ പേടിയാ. പിന്നെയും സീമ ചേച്ചി വല്ല തറുതലയും പറയുമായിരുന്നു. ഞാനൊക്കെ കേട്ടു നിൽക്കും. പാവം, എന്റെ വഴക്കൂടി സീമ ചേച്ചി വാങ്ങിക്കും. എന്നാലും എന്നെ ഒറ്റ കൊടുക്കില്ലായിരുന്നു. എത്ര നാളായി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. നീ വിഷമിക്കാതെ, ഇക്കൊല്ലം എന്തായാലും നമുക്ക് പോകാം. അല്ല ശാലി, എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? നീ വിഷമിക്കണ്ടാന്നേ. നമുക്ക് ഈ പൂജ നടത്താം. കുംഭമാസത്തിലല്ലേ അവിടുത്തെ പൂജ. ഇതിപ്പോ മകരമായില്ലേ. ഞാൻ രാജേട്ടനെ ഒന്ന് വിളിക്കട്ടെ. പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്യാം. അതൊന്നും അല്ല വിജയേട്ടാ, അപ്പൂനെ പറ്റി ഓർത്തിട്ടാ. അപ്പൂ നാട്ടിൽ വന്നിട്ട് ഇപ്പോ 2 മാസമായി. വിളിയും കുറവാ. ദിവസം 2 നേരം വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ 1-2 ദിവസം കൂടുമ്പോ ഒന്ന് വിളിക്കും. വരുന്ന കാര്യം ചോദിക്കുമ്പോ ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോകും. എന്റെ കുഞ്ഞിന് ഇതെന്തു പറ്റിയോ എന്തോ. ആഹാ, അതാണോ? എന്റെ ശാലി, വളരുന്തോറും ആമ്പിള്ളേരുടെ സ്വഭാവം മാറും. കൂടാതെ എറണാകുളം പോലുള്ള സിറ്റിയും. എന്നും അവർക്ക് നമ്മുടെ ചെറുകന്തിൽ നിൽക്കാൻ പറ്റുമോ? പിന്നെ ജോലി തിരക്കൊക്കെ കാണില്ലേ. നീ വെറുതെ ഓരോന്നോർത്ത് ആദ്യ കയറ്റി ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അതൊന്നും അല്ല വിജയേട്ടാ, എനിക്കറിയില്ല അവനെ. എത്ര തിരക്കുണ്ടെങ്കിലും വരില്ല എന്ന് പറഞ്ഞാലും എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരുന്നത് അവൻ. എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും എന്നെ മറന്നൊന്നും അവൻ ചെയ്യുന്നതല്ല. എൻ്റെ കുഞ്ഞിന് മനസ്സിന് എന്തോ കാര്യമായി ദണ്ണം തട്ടിയിട്ടുണ്ട്. ഇനി ഈ പൂജയുടെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും മുടക്ക് പറയുമോന്നാ. നീ വിഷമിക്കാതെ, ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം. പൂജയുടെ കാര്യവും പറയാം. അവൻ വരുമെന്നേ. ദാ രണ്ടുപേർക്കും വെള്ളം. മാളു, മോളെ അവൻ വിളിക്കാറുണ്ടോ? വിളിക്കുവാണെങ്കിൽ നീയെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുക അവന്റെ മനസ്സിൽ എന്താന്ന്. ഇല്ലമ്മായി, അപ്പോഴും തന്നെ വിളിക്കാറില്ല. നമുക്ക് മാത്രമേ ഈ ദുഃഖം ഒഴിഞ്ഞ നേരമില്ലല്ലോ. എന്നെ ഇതൊക്കെ ഒന്ന് തീരും എൻ്റെ ദേവി. വിജയേട്ടാ, എന്നാൽ ഞാൻ ഇറങ്ങാം. പറമ്പിൽ ആളെ നിർത്തിയിട്ടുണ്ടേ, അയാൾക്ക് ചോറ് കൊടുക്കണം. മാളു, മോളിപ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഇല്ലമ്മായി, വൈകുന്നേരം വരാം. ശരി രാജി, ഞാൻ ഇറങ്ങുക. അപ്പോഴേ ഞാൻ വിളിച്ച് സംസാരിക്കണോ?
വേണ്ട. എന്നാലും ഞാൻ കാരണം അലയപ്പോട്ടും വരാത്തത് അമ്മായിയുടെ വിഷമം എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും. അമ്മ ഇപ്പോൾ വിളക്കൊളുത്ത മേലെഴുതാൻ കയറും. എല്ലാം കഴിഞ്ഞ് നാമൊക്കെ ജപിച്ചിട്ട് എനിക്ക് കയറി വരൂ. ഇനി ഇങ്ങനൊരു അവസരം ഉണ്ടാവില്ല. എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ ഉറപ്പാ അപ്പോട്ടും കോളടിക്കില്ല. അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കാം. ശരി, കാത്തോണേ. അമ്മയാണല്ലോ. ഹലോ അമ്മേ, എന്താ ഈ സമയത്ത്? ഹലോ അമ്മേ, കേൾക്കുന്നില്ലേ? ഒരു മിനിറ്റ്. ഹലോ, ഇപ്പോഴും അമ്മേ കേൾക്കാവോ? അമ്മേ, ഇത് നീയാണെന്ന് എനിക്കറിയാം. അഗ്നി, എന്താ ഇപ്പൊ വിളിക്കാൻ തോന്നിയേ? അപ്പോഴെന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തെ? എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ? ഏയ്, ദേഷ്യമോ? എന്തിന്? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. അവിടെ വന്നാൽ ഞാൻ വീണ്ടും നിന്നോട് അടുക്കാൻ ശ്രമിക്കും. അത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. നിന്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനൊക്കെ ആയിപ്പോയി. സോറി. പേടിക്കണ്ട, ഞാൻ നിന്റെ മുന്നിലേക്ക് വരില്ല. വരുമോ? എന്താ എന്താ നീ പറഞ്ഞേ? അത് പിന്നെ ഇവിടെ അമ്മായി അപ്പോഴെന്നെ കാണാത്തതിൽ നല്ല വിഷമത്തില. ആ സങ്കടം എനിക്ക് കാണാൻ വയ്യാഞ്ഞിട്ട് ഞാൻ വിളിച്ചേ. അപ്പോട്ടെ വരണം പ്ലീസ്. വരണോ? അമ്മായിക്ക് മാത്രമുള്ള വിഷമം അല്ല, പിന്നെ അമ്മയും അച്ഛനൊക്കെ സങ്കടത്തില. വേറെ ആർക്കുമില്ലേ? ഞങ്ങൾ 4 പേരും അല്ലാതെ വേറെ ആരും അപ്പോഴെന്നെ ഇവിടെ കാത്തിരിക്കുന്നില്ല. ഈ 4 പേര്? ഹലോ 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 അഗ്നി, അമ്മായി, ഇത് അപ്പോഴേട്ടും വിളിക്കുന്നു. ഹലോ മോനെ, എന്താണ് നീ ഈ നേരത്ത്? ഹലോ അമ്മേ, ഞാൻ വെറുതെ വിളിച്ചതാ. അമ്മയ്ക്ക് സുഖമല്ലേ? നിനക്ക് എന്താടാ? ഞാനിപ്പോ വിളക്കൊളുത്താൻ പോകുന്ന സമയമാണെന്ന് നിനക്ക് അറിയാലോ. പിന്നെ എന്തിനാ വിളിച്ചേ? കാര്യം പറ. ഒന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചതാ. എനിക്ക് അമ്മയുടെ ശബ്ദം കേൾക്കാൻ തോന്നി, അതാ. ഈ ചെക്കനെ കൊണ്ട്. അല്ലേലും ഞാൻ നിന്നെ വിളിക്കാനിരുന്നതാ. ഇപ്പൊ സംസാരിക്കാൻ സമയമില്ലഞ്ഞിട്ടാ. മോൻ വെച്ചോ, ഞാൻ വിളക്കൊക്കെ കൊളുത്തി നാം ജപിച്ചിട്ട് വന്നിട്ട് നിന്നെ വിളിക്കാം കേട്ടോ. ശരി അമ്മേ. എന്താടാ അഗ്നിയാടാ വിളിച്ചേ? ഞാനെന്താ വീട്ടിലേക്ക് ചെല്ലാത്തെന്ന് ചോദിക്കാൻ. എന്റെ അളിയ, നിന്റെ ഐഡിയ ഏറ്റു. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ എന്ത് ചീല് കേസ്. ഇത്രയും നാളും അമ്മ വിഷമിപ്പിക്കേണ്ടി വന്നല്ലോ നോക്കുമ്പോ ഒരു സങ്കടം. എന്നാലും കാര്യം നടന്നില്ലേ, അത് മതി. നമ്മുടെ അമ്മയല്ലേ, നീ ചെന്നാൽ തന്നെ അമ്മയുടെ വിഷമമൊക്കെ മാറിക്കോളും. അത് ശരിയാ, ചെന്ന് വിശക്കുന്നതൊന്ന് പറഞ്ഞാ മതി. പാവം ഓടിപ്പോയി എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കും. നീ ഹാപ്പി അല്ലേ? അത് ചോദിക്കാനുണ്ടോടാ? ഐ എം വെരി ഹാപ്പി. വർഷങ്ങൾക്ക് ശേഷം അവൾ എന്നോടൊന്ന് സോഫ്റ്റായിട്ട് സംസാരിച്ച് തിന്ന. അവൾക്ക് എന്തോ ഒരു ചാഞ്ചാട്ടം ഉള്ള പോലെ തോന്നുന്നു. അത് മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ചാഞ്ചാട്ടം ഉണ്ടോന്ന് തോന്നല് മാത്രം പോരാ, അത് ഉറപ്പിക്കണം. എങ്ങനെ? എടാ, എന്തായാലും നീ അടുത്ത ആഴ്ച ചെല്ലുമെന്ന് നോക്കറിയാം. അങ്ങനെ അറിഞ്ഞിട്ടും അവൾ അന്ന് വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അവൾക്ക് എന്തോ ഉണ്ട്. ഇല്ലെങ്കിലോ?
ഇല്ലെങ്കിൽ എന്റെ പൊന്നുമോൻ നിന്റെ പ്രേമവും മണ്ണാങ്കട്ടയും ഒക്കെ എടുത്ത് എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ച് നേരെ ഇങ്ങി പോരെ. നമുക്കിവിടെ മാനസമീന പാടി നടക്കാം. പോടാ, അവനൊന്നും പറയാതെ. ശരി, പറയുന്നില്ല. പക്ഷെ ഇനി കുറച്ച് കാര്യം എനിക്ക് സീരിയസ് ആയിട്ട് പറയാനുണ്ട്. എന്താടാ? ആദി, അത് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചതാ. നിങ്ങളുടെ കാര്യം മറ്റുള്ളവരെ പോലല്ല. അത് വീട്ടിലറിഞ്ഞ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. ആ സമയത്ത് നീ അതിനെ ചേർത്ത് പിടിച്ചേക്കണം കേട്ടോ. അവളൊരു യെസ് പറഞ്ഞാൽ മാത്രം മതി, എന്റെ പ്രാണനായിട്ട് ഞാൻ കൊണ്ടു നടന്നോളാം. നിന്റെ മനസ്സ് നല്ലതാടാ. നിനക്ക് നല്ലൊരു ജീവിതം കാത്തിരിപ്പുണ്ട്, ഉറപ്പാ. എന്ത് കോലമാടാ ചക്ക, ക്ഷീണിച്ചു പോയല്ലോ. വയറു നോക്ക്, ഒട്ടിക്കിടക്കുന്നു. നീ ഒന്നും കഴിക്കാറില്ലേ? എല്ലാ അമ്മമാരും ഇങ്ങനെ പറയും. ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. ഉള്ള വയറ് കുറയ്ക്കാൻ പറ്റ പാട്. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, അതാ. ഇനി തൊട്ട് പോവണ്ട. ഉള്ള കസരത്ത് കാണിച്ച് വണ്ണം എല്ലാം കുറയ്ക്കുക. ഇത്തിരി തടിയിരുന്നാൽ എന്താ കുഴപ്പം? അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ചെന്ന് ചോറെടുത്ത് വെക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. നിന്നെ കണ്ട സന്തോഷത്തിൽ എല്ലാം മറന്നടാ. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടച്ചക്ക പുളിശ്ശേരിയും മീൻകറിയും മീൻ വറുത്തതും തോരനും ചിക്കൻ കറിയും പപ്പടവും. അയ്യോ മതി മതി, നിർത്തിക്കോ. വേഗം പോയി എടുത്തു വെച്ചോ, ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. അല്ല, അമ്മ ഒറ്റയ്ക്കുള്ളോ? നീ വരുമെന്ന് പറഞ്ഞോണ്ട്. അയ്യോ, ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടാ വന്നേ. മുമ്പ് പോയി തുണിയൊക്കെ ഒന്ന് മാറിയിട്ട് വാ, ഞാനൊന്ന് ഇറക്കി വെക്കട്ടെ. അളിയാ, മാനസമ്മനെ പാടാൻ പറ്റിയൊരു ബീച്ച് കണ്ടുപിടിച്ചോ? മിക്കവാറും അത് തന്നെ പാടേണ്ടി വരും. മോളെ മാളു, ദാ വരുന്നമ്മായി. ഒരു വേഴം നാഗമൊன்றை വീഴ്ത്ത பார்க்கையில் ഒരു താഴം മൂത്തടുത്ത് മരണ്ടതാം സഖി. அந்த வேழம் നോക്കിട ഇങ്ങ് താഴെ നോക്കിട ഒരു മൗന കാവ്യം പിറക്ക. ഇത് അന്തിഭാഗമാ യുഗനീളഗാനമാ ഒടിനേര യോഗമാ സഖി. பார்க்கையில் ஒரு தாழம் மூத்தடுத்து மரண்டதாம் சகி. ദാ, ഞാൻ പറഞ്ഞതല്ലോ നീ കേട്ടോ? ഇല്ല, അമ്മ എന്താ പറഞ്ഞേ? അടുത്ത മാസം 2, 3, 4 നെല്ലിക്കോട്ട കാവിലെ പൂജയാ. ഈ പ്രാവശ്യം നമ്മൾ കുടുംബസമേതം അവിടെ പങ്കെടുക്കണമെന്നാ തിരുമേനി പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരുടെയും പേരിൽ അവിടെ സർപ്പബലി നടത്തുന്നുണ്ട്. അതുകൊണ്ട് നീ ഈ 3 ദിവസം ലീവ് എടുത്തേ പറ്റൂ. അല്ല, സാധാരണ അവിടുത്തെ പൂജ ഒരു ദിവസമല്ലേ ഉള്ളൂ, ഇതെന്താ 3 ദിവസം? സിദ്ധു അനു ഒക്കെ വരുന്നുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായില്ലേ, കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലോ. അതിനുവേണ്ടി എന്തൊക്കെയോ പ്രത്യേക പൂജകൾ നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇത് നടത്താന്ന് പറഞ്ഞു. അതാ. 3 ദിവസം ലീവ് കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ചോദിച്ചു നോക്കാം. കിട്ടുമെന്ന് നീ ചോദിക്ക്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, പക്ഷെ നീ ദേഷ്യപ്പെടരുത്. ആദ്യം അമ്മ കാര്യം പറ, എന്നിട്ടല്ലേ. നമ്മുടെ പടിഞ്ഞാറ്റിലെ കേശവേട്ടനില്ലേ, പുള്ളി ഒരു ആലോചന കൊണ്ടുവന്നു. പുള്ളിയുടെ പെങ്ങടെ മോളാ, PGക്ക് ലാസ്റ്റ് ഇയർ പഠിക്കുക. ഞാൻ ഫോട്ടോ കണ്ടു, നല്ല കൊച്ചാടാ, നിനക്ക് ചേരും. നമുക്കൊന്ന് ആലോചിച്ചാലോ? അമ്മേ, ഞാൻ എത്ര തവണ പറഞ്ഞു ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ടാന്ന്. പിന്നെ
അത് മാത്രമല്ല, എന്റെ മനസ്സിലൊരു പെണ്ണുണ്ട്. ദേ അപ്പു, കളിക്കരുത് കേട്ടോ. കളിയല്ല അമ്മേ, ശരിക്കും എന്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്. ആരാടാ? പറയാം, സമയാവട്ടെ. ആദ്യം അവളുടെ മനസ്സിൽ ഞാനുണ്ടോന്ന് അറിയട്ടെ. അത് ശരി. അല്ല, നമുക്ക് പറ്റിയ കൂട്ടരാണോ? അതൊക്കെ വിശദമായിട്ട് പറയാം. അമ്മ ഇപ്പൊ ആ ചിക്കൻ കറി എടുത്തേ. മോനെ അപ്പു, നീ ശരിക്കും പറഞ്ഞതാണോ? എനിക്കിത് കേട്ടിട്ട് ആദ്യ കേറുന്നു. എടാ, ഞങ്ങൾക്ക് നീയേ ഉള്ളൂ, ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ നീ. ഈ കാര്യത്തിൽ അമ്മയ്ക്ക് വിഷമിക്കേണ്ടി വരില്ല, ഉറപ്പ്. പോരെ? നിന്നെ എനിക്ക് വിശ്വാസമാ, പക്ഷെ ഈ കാലമല്ലേ, അതാ. എന്തായാലും സമയാവട്ടെ. ഓ ശരിയടാ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം, അമ്മയോട് പറയാം. പോരെ? അപ്പുവേട്ടാ. ഓക്കെ അതു, ഞാൻ വിളിക്കാവേ. എന്തു പറ്റി? അത് ഒരു നന്ദി പറയാൻ ഇന്ന് വന്നില്ലേ? ആ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നെ ഇവിടെ 4 പേര് കാത്തിരിപ്പില്ലേ? അല്ല, 3 പേരെ എനിക്ക് മനസ്സിലായി. അമ്മ, അപ്പച്ചി, ചിറ്റപ്പൻ. ഓക്കെ, ഈ 4ാമത്തെ ആളാരാ? നിനക്കറിയോ? അത് വടക്കലെ ശാന്തേച്ചി. എന്നെ അമ്മായി എപ്പോഴും കാണുമ്പോൾ ചോദിക്കും, ഈ ആഴ്ച അപ്പമ്മ വന്നില്ലേന്ന്. അത് ഓർത്തപ്പോ പറഞ്ഞതാ. ഈ ശാന്തേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടാ. പിന്നെ എപ്പോഴും ചോദിക്കും. അത് മാത്രമല്ല, ശാന്തേച്ചിക്ക് ഒരു മോളുണ്ടല്ലോ, സൂര്യ. അവളെ കൊണ്ട് അപ്പുവേട്ടനെ കെട്ടിക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അഗ്നി, ഞാൻ ആരെയാ കെട്ടണ്ടേ? അമ്മ പറഞ്ഞ പ്രപ്പോസൽ നോക്കണോ, അതോ ഇപ്പൊ നീ കളിയിൽ പറഞ്ഞ ശാന്തത്തിന്റെ മോളെ നോക്കണോ? പറ. രണ്ടുപേരും നല്ല പെൺകുട്ടികളാ. അപ്പോഴേക്കും ആരെ ഇഷ്ടപ്പെടുന്നു അയാളെ കെട്ട്. എന്റെ ഇഷ്ടം എന്താണെന്ന് നിനക്കറിഞ്ഞൂടെ? പെട്ടെന്നൊന്നും മറുപടി വേണ്ട. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ലെന്നും എനിക്കറിയാം. നിന്റെ അനുഭവങ്ങൾ അങ്ങനെ ആണല്ലോ. നീ സമയെടുത്തോ. പക്ഷേ മോളെ മാളു, നീ ഇതെവിടാ? അയ്യോ അമ്മായി. മാളു, നീ വന്നേ. അപ്പോടെ കൈ വിട്, ഞാൻ പോട്ടെ. അപ്പോട്ടെ, എന്തീ കാണിക്കുന്നേ? എന്താതിരി? അമ്മ പോയി. പക്ഷേ ഞാൻ കാത്തിരിക്കും. പൊക്കോ. ആ
സരി ഗ രെ ഗ രെ ഗ രെ സധാ സരി ഗ സരി ഗ സരി ഗ പ ധാ പ ഗ പ ധ പ ഗ പ ഗ രെ സരി ഗ രെ സ പ ഗ രെ ഗ രെ സ പ ഗ രെ ധാ പ ഗ സ ധാ പ ഗ രെ ഗ രെ സ ധ സരി ഗ രെ ഗ. രാജാ, സീമേ, ദേ അവരൊക്കെ ഇങ്ങ് എത്തിട്ടോ. വിജയ, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നടാ? കുഴപ്പമില്ലായിരുന്നു രാജേട്ടാ. അല്ല, നിങ്ങളൊക്കെ എപ്പോഴാ എത്തിയേ? ഞാനും സീമയും മിനിങ്ങാന്ന് രാവിലെ തന്നെ എത്തി. അതിനോട് ഇന്നലെ ലീവ് കിട്ടിയേ. അവരെന്തെങ്കിലും വന്നപ്പോ രാത്രിയായി. രാജി, ശാലി, ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. എത്ര നാളായി കണ്ടിട്ട്. അല്ല, രണ്ടുപേരും ആകെ അങ്ങ് ക്ഷീണിച്ചല്ലോ. എപ്പോഴും ഓരോരോ ആദ്യമല്ലേ സീമേച്ചി, പിന്നെ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? അറിയാലോ. ഇനി വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? എല്ലാം വിധിയാ. അല്ല, സിദ്ധു അനു അവിടെ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടേ. Takajunu, ra, kidaka takade, takajunu, ra, takade, takajunu, ra, kidaka tarigada takade, takajunu, re, tankidaka tarigada takada, tatakaden tuntunta, tatakaden tuntunta, tatakaden tuntunta, tatakaden tuntunta. ചെറിയമ്മ, അമ്മായി, എന്താണ് വിശേഷം? സുഖല്ലേ? ചെറിയച്ച, കടയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലട മോനെ, അങ്ങനെ പോകുന്നു. ഡാ അപ്പു, എത്ര നാളായടാ കണ്ടിട്ട്? നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ. ആ, ഇത്തിരി മാസത്തിലൊക്കെ വന്നിട്ടുണ്ട്. സിദ്ധുവേട്ടനും കുറവൊന്നുമില്ല. സുഖമല്ലേ? എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? ഓ, അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. നിന്റെയോ? അല്ല, മാളൂട്ടി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇങ്ങ് വാ, വല്യമ്മ എന്റെ കുട്ടിയെ കണ്ണു നിറച്ചൊന്ന് കാണട്ടെ. വിഷമിക്കണ്ട കേട്ടോ. അല്ല ശാലി, രഘു ഇനി എന്നാ വരണേ? അടുത്ത കൊല്ലാകും. അപ്പോനും കെട്ടുപ്രായമൊക്കെ ആയി. ഉദ്യോഗമൊക്കെ ശരിയായല്ലോ. ഇനി അധികം അതൊന്നും വെച്ച് താമസിപ്പിക്കണ്ട കേട്ടോ. ആലോചനയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവനിപ്പോഴേ വേണ്ടെന്നാ. ആ, പിള്ളേരങ്ങനൊക്കെ പറയും. പശു പറയുന്നിടത്തല്ലല്ലോ തൊഴുത്ത് വെട്ടുന്നേ. മുതിർന്നവര് പറയും, കുട്ടികളനുസരിക്കും. അതാ നാട്ടു നടപ്പ്. കാലം മാറിയതൊന്നും അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. എത്രയൊക്കെ കാലം മാറിയാലും കോലം കെട്ടിയാലും ഈ തറവാട്ടിലെ പഴയ രീതികളൊക്കെ തന്നെ മതി. നീ ഒന്നും മിണ്ടാതിരിക്ക് സീമേ. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാലോ. അല്ല രാജി, മാളുവിന്റെ ഭർത്താവ് മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞോ? അത് ഇല്ല, 8 മാസമായി. ആ, സാധാരണ കെട്ടിയോ മരിച്ച 1 വർഷം കഴിയാത്ത പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ലെന്നാണ് നാട്ടു നടപ്പ്. ഇത് പിന്നെ വഴിപാടിന്റെ കാര്യമായിട്ടാണ് ഞാൻ സമ്മതിച്ചത് തന്നെ. എന്നും പറഞ്ഞ് ഇവിടൊക്കെ ഓടിച്ചാടി നടക്കൊന്നും വേണ്ട കേട്ടോ. അതെന്താ, 1 വർഷം കഴിയുമ്പോൾ പുള്ളി തിരിച്ചു വരുമോ? എന്റെ ഒന്നും മിണ്ടാതിരിക്കേ. ഈ പെണ്ണ് വേറെത്തു ഈ തള്ളയെടുത്ത് ഞാൻ കിണറ്റിലിടും കേട്ടോ. എന്താടാ സിദ്ധു അവിടെ? ഒന്നുമില്ല മുത്തശ്ശി. പിന്നെ നിന്റെ തീണ്ടലും തൊടിയിലൊക്കെ കഴിഞ്ഞതാണോ കൊച്ചേ? അതെ. സർപ്പത്താന്മാരുടെ കാര്യാണേ. ശുദ്ധവും വൃത്തിയും വേണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ഈച്ചും പേച്ചും ഇല്ല. അതാ ചോദിച്ചത്. എല്ലാരും പോയി വേഷമൊക്കെ മാറിയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക്.
പിന്നെ ആകാം വിശേഷം പറച്ചിലൊക്കെ. എല്ലാരും അകത്തേക്ക് വാ. ആ നിക്ക്. എല്ലാവരോടും കൂടെ പറയാ, നാളെ മുതൽ 3 ദിവസത്തേക്ക് വ്രതവാ. സിദ്ധുവിനോടും അനുവിനോടും പ്രത്യേകിച്ച്. നിന്റെ കെട്ടിയൊക്കെ ഇത്തിരി ഇളക്കം കൂടുതലാ, അതാ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചേ. ചെല്ല്. ഇവരെ ഞാനിന്ന് എന്റെ പൊന്നനു, നീ ഇവിടെ വാ, പിന്നെ നമുക്ക് പണി കൊടുക്കാം. നീ ചെന്ന് മാളുവിന് റൂം കാണിച്ചു കൊടുത്തേ. ചെല്ല്. അപ്പോ വാടാ. ഊണ് കഴിഞ്ഞ് ഉറക്കം പതിവുണ്ടോ നിനക്ക്? ഏയ് അങ്ങനൊന്നുമില്ല. അല്ല വിജയ, ശ്രീനാഥ് സർവീസിലിരുന്നല്ലേ മരിച്ചത്? അപ്പോ ആ ജോലി നമ്മുടെ മാളൂട്ടിക്ക് കിട്ടിയില്ലേ, ഈ ആശ്രിത നിയമനം വഴി? കിട്ടും. അതിന്റെ പേപ്പറൊക്കെ ശ്രീനാഥിന്റെ ചേട്ടൻ ജിത്തു ആണ് ഓടി നടന്ന് ശരിയാക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി അവൻ വിളിക്കും. അപ്പം മാളുവിനെ കൊണ്ട് ഞാൻ പോകും. ഇനി അധികം സമയം എടുക്കില്ലെന്നാ ജിത്തു പറയുന്നേ. അതെന്തായാലും നന്നായി. പിന്നെ അമ്മ പറയുന്ന ഒന്നും കേട്ട് നീ വിഷമിക്കാൻ നിൽക്കണ്ട വിജയ. ഏയ്, വല്യമ്മയുടെ സ്വഭാവം അറിയാലോ. പക്ഷെ ഇത്ര പ്രായമായിട്ടും ഇതിനൊന്നും ഇപ്പോൾ ഒരു മാറ്റമില്ലല്ലോ. അതിനി മാറാനും പോണില്ല. റൂം ഇഷ്ടമായോ മാളൂട്ടിക്ക്? പിന്നെ മുത്തശ്ശിയുടെ സംസാരം കേട്ട് നീ വിഷമിക്കണ്ട. അത് അങ്ങനൊരു അവതാരമാ. എന്നെ കണ്ടുകൂടാ, ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ പറയും. അച്ഛനും സിദ്ധുവും പിന്നെ ഒന്നും വേണ്ടില്ല. അമ്മ എന്നെ പോലെയാ, സർവല പറയും. അതുകൊണ്ട് ഞങ്ങളോട് വലിയ രസത്തിലല്ല കക്ഷി. നീ അതിനെ ഒന്ന് വെറുതെ വിടഞ്ഞു. വന്നപ്പോ തൊട്ട് അതിന്റെ ചെവി തിന്നുവാ. നീ ഒന്ന് പോയേ. എനിക്ക് ഇപ്പോഴൊരു ആശ്വാസമായത്. ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ബോറടിച്ച് ചത്തേനെ, അതും ആ കടുമട്ടിന്റെ കൂടെ. മാളൂട്ടി, നീ ആൾ ആകെ ഒന്ന് മാറിയല്ലോ. പണ്ടൊക്കെ ഇവിടെ വന്നാ സിദ്ധുവേട്ടാന്ന് വിളിച്ച് ചെവിതല തരില്ലായിരുന്നു. ഇവിടെ പേടിച്ച് ഞാൻ മച്ചിന്റെ മുകളിൽ വരെ കിടന്നുറങ്ങിയിട്ടുണ്ട്. നീയാണോ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നേ? എന്താ മോളെ? എന്റെ പൊന്നു സിദ്ധു, നീ കൂടെ തുടങ്ങല്ലേ. അതെങ്ങനെ? ആ കടുമട്ടിന്റെ കൊലയല്ലേ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേണ്ട കേട്ടാ, ഞാൻ മുത്തശ്ശി വിളിച്ചോണ്ട് വരും. നീ പോടാ, അവന്റെ ഒരു മുത്തശ്ശി. നിനക്കറിയോ മാളു, എന്റെ കഷ്ടകാലത്തിന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വെച്ച് ഇവനെ ഡാ സിദ്ധു എന്നൊന്ന് വിളിച്ചു പോയി. മതിയല്ലോ. പിന്നെ അങ്ങോട്ട് 2-2.5 മണിക്കൂർ സാരോപദേശമായിരുന്നു. ഭർത്താവിനെ കൺകണ്ട ദൈവത്തെ പോലെ കാണണം, ചേട്ടാന്ന് വിളിക്കണം. എന്റെ പൊന്നെ, പെണ്ണായിട്ട് പിറക്കണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി. അത്രയ്ക്ക് വെറുപ്പിച്ചു. അതുകൊണ്ട് എന്റെ ഭാര്യ എന്നെ ഒന്ന് സിദ്ധുവേട്ടാന്ന് വിളിച്ചു. പിന്നെ ഭാഗ്യത്തിന് മുത്തശ്ശി ഭർത്താവിന്റെ കാല് തൊട്ട് തൊഴണമെന്നൊന്നും പറഞ്ഞില്ല. പറഞ്ഞിരുന്ന ഇവളെന്നെ കാലുവാരി നടക്കടിച്ചേനെ. എന്റെ പൊന്നെ, ഏത് നേരത്താണാവോ എനിക്ക് ഇവളോട് ഇഷ്ടമാണെന്ന് പറയാൻ തോന്നിയേ. അല്ലെങ്കിലും കാലിന് വഴിവെച്ചില്ലല്ലോ. 2011 ഫെബ്രുവരി 14 രാവിലെ 10:35. ഓർമ്മയുണ്ടല്ലേ? കീറി കൃത്യമായിട്ട്. മോളെ, ഇന്ന് വൈകിട്ട് നമുക്ക് കാവില് പോണം. ഇന്ന് ഞാൻ തിരുവെക്കണമെന്ന് ആത്തലമ്മയുടെ അരുളപ്പാട്. എനിക്കെങ്ങും വയ്യ കാട്ടിലൂടെ ഒറ്റയ്ക്ക് പോവാൻ. നീ ഒന്ന് കൂട്ടിന് വരണേ. ഒന്ന് നിർബന്ധിച്ചാ ഞാൻ വരാം. ഓ വേണ്ട, സഹായിക്കണ്ട. നമുക്ക് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു പോകാന്നേ. നിന്റെ കൊച്ചു വർത്താനം മാത്രമേ നടക്കൂ, ബാക്കിയൊന്നും നടക്കില്ല. പോടാ പൊട്ടാ, അതൊന്നും അല്ല. ഒന്നാമത് പകൽ പോലും നിനക്ക് കണ്ണു കാണില്ല. അപ്പോഴാ സന്ധ്യക്ക് കാവില് പോകാൻ പോന്നെ. മുത്തശ്ശി ഇതേ എന്നെ പൊട്ടാന്ന് വിളിക്കുന്നു. സത്യം മുഖത്തോക്കി പറഞ്ഞ ആർക്കും പിടിക്കില്ല, നിന്റെ മുത്തശ്ശിയെ പോലെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പിത്തക്കാലി. നീ പോടാ മരത്തലേ. സിദ്ധുവേ, മോൾ എപ്പോഴും ഇങ്ങനെ ചിരിക്കുന്നതാ ഞങ്ങൾക്കൊക്കെ സന്തോഷം. അല്ലേടാ അപ്പു? അതെ.
നിങ്ങളെ രണ്ടുപേരും താഴെ അന്വേഷിക്കുന്നുണ്ട്. എന്നാ കുറച്ചേരം മോള് കിടന്നുറങ്ങ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ശരി. അത് പിന്നെ അവരുടെ വഴക്ക് കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാ. അതിന് ചിരിക്കുന്നത് കുറ്റമൊന്നുമല്ലല്ലോ. കുറെ നാൾക്ക് ശേഷം നിന്റെ ചിരി കണ്ടപ്പോ ഞങ്ങൾക്കൊക്കെ സന്തോഷമായി. അതിന് അങ്ങനെ തന്നെ വേണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ തീരുമാനം നിന്റെ ആണല്ലോ. നിന്നെ ഇങ്ങനെ കാണാൻ എനിക്കിഷ്ടം. അതാ ഭംഗി. പോകാം. മാളു, സൂക്ഷിച്ചു പോണേ മോളെ. ഫ്രണ്ടിലെല്ലാം വേരും വള്ളിവാ, നീ തട്ടി വീഴും. അനുവേച്ചി, സന്ധ്യ കഴിഞ്ഞു, ഇരുട്ടി തുടങ്ങുന്നു. മുത്തശ്ശി അനുവേച്ചി 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 ഞാൻ ഈ കാട്ടിൽ എവിടെ പോയി തപ്പോ? കൊണ്ടുപോയി. ഞാൻ നിന്നെ കൊണ്ടുവന്നതാ. കൊണ്ടുപോട്ടെ. വേണ്ട. വേണ്ടേ? മുത്തശ്ശി ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. എന്റെ കാല്. അയ്യോ, എന്ത് പറ്റി? അപ്പോട്ടെ, വേണ്ട, ഞാൻ നടന്നോളാം. അയ്യോ, ഇതൊക്കെന്ത് പറ്റി? കാല് വേറെ തട്ടി ഒന്നും അടുത്തതാ. നടക്കാൻ പറ്റുന്നില്ല ഇപ്പോ. അയ്യോ, ആളോട്ടേക്ക് എന്താ പറ്റിയേ? കാവില് വീണു, കാലുളുക്കി. എന്താ മോളെ ഇത്? ശ്രദ്ധിച്ചു നടക്കണ്ടേ? ഇരുട്ടുന്നതിന് മുമ്പ് രണ്ടുപേരോടും തിരിച്ചു വരണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഇതുകൊണ്ടൊക്കെ തന്നെയാ. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇവരെ എവിടുന്ന് കിട്ടി? അത് മുത്തശ്ശി, ഇവള് വീണപ്പോ അനു ഒന്ന് വിളിച്ചതാ. അപ്പോ ആളുവിനെ മുറിയിൽ കൊണ്ട് കിടത്ത്. ഇത്തിരി തൈലം ചൂടാക്കി പുരട്ടിക്കഴിയുമ്പോ വേദനയൊക്കെ അങ്ങ് മാറും. ശാരദേ, എന്തോ? ആ കുഴമ്പെടുത്ത് ചൂടാക്കി മാളുവിന്റെ കാലിലൊന്ന് പരട്ടിക്കൊടുക്ക. ശരി. ഇനി എന്താട്ടം കാണാൻ നിൽക്കുക എല്ലാരും? അവരവരുടെ ജോലി നോക്കുക. വന്ന് കയറിയത് തന്നെ അപശകുനം. ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. എന്റെ ദേവി കാത്തോണേ. എന്നാ മക്കള് പുറത്തോട്ട് നിന്നോ, ശാരദാമ്മ പുരട്ടിക്കോളാം.
എല്ലാവരും തയ്യാറായില്ലേ ഇതുവരെ? ഇന്നലെ പറഞ്ഞിരുന്നതാണല്ലോ ഇന്ന് ക്ഷേത്രത്തിൽ പോകണമെന്ന്. പിന്നെ എന്താ ഇത്ര താമസം? എല്ലാവരും എത്തിയമ്മേ, ഇറങ്ങാം. അച്ഛാ, നിങ്ങൾ കാറിൽ പൊക്കോ. ഞാനും അപ്പു അനുവും ആളും നടന്നു വന്നോളാം. കുറച്ചു ദൂരമല്ലേ ഉള്ളൂ. ആ, എന്നാൽ ഞങ്ങൾ ഇറങ്ങാ. നാടൊക്കെ ചുറ്റുന്നത് കൊള്ളാം. പൂജയ്ക്ക് മുമ്പ് 4 പേരും അങ്ങ് എത്തിയേക്കണം. ശരി മുത്തശ്ശി. അല്ല, മാളു ഒന്ന് നിന്നേ. എന്താ മുത്തശ്ശി? ഇതെന്ത് വേഷമാ? ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? നിനക്ക് വല്ല സാരിയോ നേരിതോ വല്ലോ ഉടുത്തൂടെ മാളു? ഇങ്ങനെ വേഷം കെട്ടണോ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ? നാട്ടുകാരെന്ത് പറയാനാ? എന്ത് പറയാനാണെന്നോ? അവളൊരു വിധവയാ. അതിന്റെ മട്ടിലും ഭാവത്തിലും നടക്കണം. അതും 1 വർഷം പോലും കഴിഞ്ഞിട്ടില്ല താനും. എന്നിട്ട് മതി വേഷം കെട്ടലൊക്കെ. മാളു, നീ ചെന്ന് മാറ്റിയിട്ട് വാ. നിർത്ത്. മുത്തശ്ശിക്ക് ഇവളോട് എന്താ പ്രശ്നം? അപ്പു മോനെ, വേണ്ടടാ. എന്ത് വേണ്ടെന്നാ ചിറ്റപ്പൻ പറയുന്നേ? ഇതൊക്കെ കേട്ട് നിൽക്കുവാണോ? വന്നു കയറിയപ്പോ തന്നെ മുത്തശ്ശിയോട് എതിർത്ത് സംസാരിക്കേണ്ടെന്ന് കരുതിയ ഞാൻ ഇന്നലെ ഒന്നും മിണ്ടാകുന്നത് എന്ന് കരുതി എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഭർത്താവിന്റെ മരണം ഭാര്യയ്ക്ക് ജീവിതകാലം മുഴുവൻ ഒരു ബാധ്യതയൊന്നുമല്ല. അവൾക്ക് അവളുടേതായ ജീവിതമുണ്ട്. ഇതൊരുമാതിരി മാള് സംസാരിക്കരുത്, മാള് ചിരിക്കരുത്, മാള് നടക്കരുത്, ആരുടെയും മുഖത്ത് നോക്കരുത്. എന്നാ പിന്നെ വെള്ളസാരി കൊടുത്ത് ഭസ്മക്കുറിയും തൊട്ട് റൂം അടിച്ചിരിക്കട്ടെ. എന്താ, അതാണ് മുത്തശ്ശിക്ക് വേണ്ടേ? അഗ്നി, നിനക്ക് ഈ ഡ്രസ്സ് കംഫർട്ടബിൾ ആണോ? നിന്നോടാ ചോദിച്ചത്. അതെ. കേട്ടല്ലോ. ഇതിന് അവൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്കാ പ്രശ്നം? നാട്ടുകാർക്കോ അതോ മുത്തശ്ശിക്കോ? രാജ, വിജയ, രണ്ടുപേരും ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുവാണോ? ഇങ്ങനെയാണോ പിള്ളേരെ വളർത്തുന്നേ? രാജി, ശാലി, നിങ്ങൾക്കൊന്നും പറയാനില്ല? ഞാൻ വിചാരിച്ചു എന്റെ മോൻ വെറും പൊട്ടനാണെന്ന്. അങ്ങനല്ലെന്ന് അവനിപ്പോ തെളിയിച്ചു. അപ്പോ എന്റെ വളർത്തൽ അത്ര മോശമല്ല. ശാലി, പിന്നല്ലാതെ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചപ്പോ അമ്മ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇത്രയും പ്രായമായില്ലേ? ഇവിടെ നിൽക്കുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞാ മാളൂട്ടി. ഇപ്പോഴും അവൾക്ക് ഞങ്ങൾ കുഞ്ഞു മോള് തന്നെയാ. അവൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഏതാണെന്ന് അമ്മ നിശ്ചയിക്കണ്ട. ആ, മതി മതി. ഇനി ഒന്നും പറഞ്ഞ് വഷളാക്കണ്ട. സിദ്ധു, അനു, ഇവരെ വിളിച്ചോണ്ട് നിങ്ങൾ നടന്നോ. ഞങ്ങൾ വന്നേക്കാം. ശരി അച്ഛാ. അഗ്നി, വാ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ. അഴകേ ചങ്കുലക്കണ ചൊ
ഷേ, വെള്ളം എടുക്കാൻ മറന്നല്ലോ. അതാരാ? ഇതെവിടെ കൊണ്ട് വെച്ചേക്കുവാ? അപ്പുവേട്ടനല്ലേ അത്? അപ്പുവേട്ടാ, അപ്പുവേട്ടൻ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ അല്ല, നീ എന്താ ഇവിടെ? കുടിക്കാൻ വെള്ളം എടുക്കാൻ വന്നതാ. അല്ല, അപ്പുവേട്ടൻ എന്താ തപ്പുന്നേ? അത് പിന്നെ ഞാൻ എന്റെ ഫോൺ തപ്പി വന്നതാ. എന്താ മുഖത്തൊരു കള്ളലക്ഷണം? സത്യം പറ, എന്തോ നോക്കുന്നേ? കണ്ണിമാങ്ങ അച്ചാറ്. അച്ചാറോ? ഈ രാത്രിയിലോ? അത് പിന്നെ സിദ്ധുവേട്ടൻ പറഞ്ഞു ഇവിടെ നല്ല കണ്ണിമാങ്ങ അച്ചാറ് ഇപ്പോണ്ടെന്ന്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വന്നതാ. ദേ അപ്പുവേട്ടാ, വെറുതെ നോണ പറയല്ലേ, കാര്യം പറ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ കള്ളം പറഞ്ഞതാ. നീ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. പറയില്ല. അത് സിദ്ധുവേട്ടൻ ഷാപ്പിലിരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറെ നാൾക്ക് ശേഷം കണ്ടതല്ലേ, അപ്പൊ ഒന്ന് കൂടാതെ കരുതി. അപ്പോഴാ പറഞ്ഞ ഇവിടെ നല്ല കണ്ണിമാങ്ങ അച്ചാറ് ഇപ്പുണ്ട്, ടച്ചിങ്സ് ആയിട്ട് അത് വേണമെന്ന്. അതെടുക്കാൻ വന്നതാ. അപ്പുവേട്ടൻ കുടിക്കുവോ? അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല. ഇതിപ്പോ ഞങ്ങൾ രണ്ടും കൂടെ വെറുതെ ഒരു തമാശക്ക്. തമാശയൊക്കെ കൊള്ളാം, പക്ഷെ മുത്തശ്ശി ഇത് അറിഞ്ഞാലുണ്ടല്ലോ, വെച്ചേക്കത്തില്ല. പിന്നെ മുത്തശ്ശി ഇനി 2 ദിവസത്തേക്ക് എന്നോട് മിണ്ടില്ല. അതിനുള്ള ഡോസ് രാവിലെ കൊടുത്തല്ലോ. അത് വേണ്ടായിരുന്നു. ഒരാളെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ മുത്തശ്ശി വീണ്ടും വീണ്ടും നിന്നെ കുത്തിനോവിക്കും. പിന്നെ എത്ര നേരം അത് കേട്ടുകൊണ്ട് നിൽക്കുന്നേ? എനിക്കിത് ശീലമായി, അതുകൊണ്ട് സങ്കടമൊന്നും തോന്നിയില്ല. അത് വിട്. ഇനി 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ നീ ഒരു ഹെൽപ്പ് ചെയ്യുവോ? എനിക്കതൊന്ന് എടുത്തു തരുമോ? എടുത്തൊക്കെ തരാം. പിന്നെ ഇത് സ്ഥിരമാക്കാൻ നിൽക്കണ്ട. അതെന്താ? അമ്മായിക്ക് വിഷമാവും. എന്റെ അമ്മയല്ലേ, കുറച്ച് വിഷമിച്ചോട്ടെ. എന്നാലും വേണ്ട. നീ കാര്യം പറ. കാര്യമൊന്നുമില്ല, എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. ദാ അച്ചാറ്.
മീനു, ഓഫീസിൽ കാണാഞ്ഞപ്പോ ഞാൻ ഊഹിച്ചു നീ ഇവിടെ ആയിരിക്കുമെന്ന്. എന്താ നിന്റെ മുഖം മാറിയിരിക്കുന്നത്? ഒന്നുമില്ല. ഈ വന്ന പ്രപ്പോസലും നീ മുടക്കിയല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ആദ്യം അഗ്നി അടുത്തു കഴിഞ്ഞു, ഇനി ആർക്കു വേണ്ടിയാ നീ കാത്തിരിക്കുന്നേ? എനിക്കറിയില്ല. ആദ്യേട്ടന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുന്നില്ല. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? മനസ്സിൽ ഒരാളെ വെച്ച് മറ്റൊരാളെ ചതിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്റെ ഡാഡി മമ്മി എന്ത് പറഞ്ഞു? ഡാഡി ഓക്കെയാണ്, പക്ഷെ മമ്മി വഴക്കിട്ടിട്ടാ വന്നെ. വയ്യ ചേട്ടാ, ഞാൻ ഈ ജോബ് റിസൈൻ ചെയ്താലും ആലോചിക്കുക. ചെയ്താ നിനക്ക് മനസ്സമാധാനം കിട്ടുമോ? കിട്ടുമായിരിക്കും. അജുവേട്ടാ, അവരോടൊന്ന് വിവാഹം കഴിക്കാൻ പറയുമോ? അധികം താമസിയാതെ അതൊക്കെ തന്നെ നടക്കും. പിന്നെ നീ എന്ത് ചെയ്യും? ഇനിയും അധികം മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കോഫിയും കുടിച്ചിരിക്കുവോ? അജുവേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ? നിനക്ക് തനിക്ക് ഭ്രാന്താണോ? ഇപ്പൊ മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് അജുവേട്ടനോട് മാത്രമേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ, സോറി. അതൊന്നും സാരമില്ല. നീ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാ വേണ്ടാത്ത ചിന്തകളൊക്കെ വരുന്നേ. അത് മാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരും. അതിന് നീ ഒരു അവസരം കൊടുക്ക്. വരുമായിരിക്കും, പക്ഷെ ഒന്നും മറച്ചു വെച്ചിട്ട് എനിക്ക് ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണ്ട. ഞാൻ ഇന്നലെ വന്ന പയ്യനോടും ഇതൊക്കെ തന്നെ പറഞ്ഞേ, പക്ഷെ അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാനും ഏതെങ്കിലും ഒരുത്തും കാണോടി നിന്നെ എടുത്ത് തലവെക്കാൻ. അവന്റെ കഷ്ടകാല സമയത്ത് നിന്റെ മുമ്പിൽ തന്നെ വന്ന് വീഴും. വിഷമിക്കണ്ട. അജുവേട്ടാ, നീ ഇങ്ങനെ മോന്ത വീർപ്പിച്ചിരുന്നിട്ട് ഒരു രസവും ഇല്ല. എഴുന്നേക്ക്, വാ നമുക്ക് ഓഫീസിൽ പോകാം. ശരി, പോകാം. എങ്കിൽ പിന്നെ ആ കോഫിയുടെ കാശം കൊടുത്തേരെ. വേണ്ടായിരുന്നു. അല്ല, നീ എത്രണ്ണം കുടിച്ചു? 3 എണ്ണം. 3 എണ്ണോ? ശരി, നീ ഇവിടെ നിൽക്ക്, ഞാൻ കൊടുത്തിട്ട് വരാം. സാലറി കിട്ടുമ്പോ തരാന്ന്. അത്രയ്ക്ക് ദരിദ്രവാസിയൊന്നും അല്ലടി ഞാൻ. ഒരു 3 കോഫിയുടെ ബില്ലൊക്കെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ ഇനിയും കൂട്ടരുത്. ആലോചിക്കാം. ശരി, നീ നടന്നോ. ആരതി ചേച്ചി നിന്നെ തിരക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറകെ വന്നേക്കാം. ഓക്കെ. നാഗമലയിലെ നാഗദൈവങ്ങളെ, കാവുംഗണങ്ങളും പോറ്റുന്ന ദൈവങ്ങളെ, ഒരു കരിനാഗോ മണിനാഗോ എരിനാഗോ പച്ചനാഗോ, അനുമോളെ, മാളൂട്ടി എവിടെ? ഒരു 4 മുക്കിലും ബുത്തിനുള്ളിലും അവള് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വരും ചെറിയമ്മേ. മണിനാഗേ കരുനാഗേ ശംഖനാഗേ, മണിനാഗേ കരുനാഗേ ശംഖനാഗേ, മണിനാഗേ കരുനാഗേ ശംഖനാഗേ, മണിനാഗേ കരുനാഗേ ശംഖനാഗേ. ആടുനാഗേ ആടുനാഗേ ആടാടുനാഗേ, ആടുനാഗേ ആടുനാഗേ ആടാടുനാഗേ.
സർപ്പം തുള്ളലിന്റെ ശക്തിയേറിടണേ നാഗങ്ങളാടിയാടി നീ എന്തിനെന്നെ വിളിച്ചേ? ഞാനോ? ഇല്ലേ, നാവിടത്ത് നീ എന്നെ വിളിച്ചില്ലെങ്കിലും നിന്റെ നോട്ടം അതെനിക്കൊരു ക്ഷണമായിരുന്നില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ഒരു സ്ത്രീ ഒരു പുരുഷന്റെ മുറിയിലേക്ക് ആ സമയത്ത് ക്ഷണിക്കുന്നത് എന്തിനാണെന്ന് അപ്പോൾ അറിയില്ലേ? നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് വല്ല ബോധമുണ്ടോ? ഉണ്ട്. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് എനിക്ക് വ്യക്തമായി ബോധമുണ്ട് പോട്ടാ. അതുകൊണ്ട് ചോദിക്കുക, ആ ഹൃദയം കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന പോലെ ശരീരം കൊണ്ടൊന്നും എന്നെ സ്നേഹിക്കൂ? സ്വയം നിയന്ത്രിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ പറ്റുന്നില്ല. ഒരാണ് ഒരു പെണ്ണിനെ എങ്ങനെ കാമിക്കുന്നതെന്ന് എനിക്കൊന്നും അറിയണം പോട്ടാ. ഏറ്റവും ഭംഗിയായി നിന്നെ അങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുമോ? ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അന്ന് നിന്റെ മാറോട് ചേർന്ന് ഞാൻ കെട്ടിയ താലി ഉണ്ടാണെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്നെ പറ്റില്ലെങ്കിൽ പൊക്കോ. കൊതിപ്പിച്ചിട്ട് നിർത്താൻ പറയരുത്, എന്നെ കൊണ്ട് കഴിയില്ല. ഇതെന്താ ഈ പാട്? സിഗരറ്റ് വെച്ച് കുത്തിയതാ. ഇതിനെ ഈ പാട് കണ്ട അവനെ ഓർക്കില്ല.
അഗ്നി, നാളെ തന്നെ എല്ലാം എല്ലാവരോടും പറയണം. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യടി.